ചിത്രത്തിലേക്ക് ഷൗക്കത്തിന്റെ ലീഡ് നില മാറുന്നു എന്നതാണ്. അതായത് 13ാം റൗണ്ടിൽ നിലമ്പൂർ നഗരസഭയുടെ കൂടുതൽ മേഖലകളിലേക്ക് വോട്ടെണ്ണൽ എത്തുമ്പോൾ അവിടെ UDF തന്നെയാണ് സാധ്യതയുണ്ട് എന്നത് വേണം മനസ്സിലാക്കാൻ. ഇടതുപക്ഷത്തിന്റെ നഗരസഭാ മേഖലകളിൽ UDF കടന്നു കയറിയിട്ടുണ്ട്. അതാണ് ആ സാഹചര്യം സൂചിപ്പിക്കുന്നത്. അവിടെ അൻവർ പിടിച്ച വോട്ടുകൾ കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും 8517 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലേക്ക് ഷൗക്കത്ത് കുതിക്കുന്നു. 13,000 വോട്ടാണ് അൻവർ പിടിച്ചത്. അത് കടന്നിരിക്കുന്നു 8517 എന്നുള്ള ഒരു വോട്ടിലേക്ക് ലീഡ് നിലയിലേക്ക് ആര്യാടൻ ഷൗക്കത്ത് എത്തുമ്പോൾ അത് നിലമ്പൂർ നഗരസഭ ഉൾപ്പെടുന്ന റൗണ്ട് കൂടി കടക്കുമ്പോഴാണ് ആ ലീഡിലേക്ക് എത്തുന്നത്. നിലമ്പൂർ നഗരസഭയിലെ ഉള്ള റൗണ്ടുകളിൽ കൃത്യമായിട്ടുള്ള ഒരു ആധിപത്യം മേൽക്കോയ്മ നിലനിർത്താൻ UDF കഴിയുന്നത് LDF വലിയ തിരിച്ചടിയാണുള്ളത്. ഇനിയുള്ളത് ഈ നിലമ്പൂർ നഗരസഭ കഴിഞ്ഞു കഴിഞ്ഞാൽ നിലമ്പൂർ നഗരസഭ 3-4 റൗണ്ടോളം നീണ്ടു നിൽക്കുകയാണ്. 2 റൗണ്ട് കഴിയുന്ന സമയത്താണ് ഏകദേശം ഈ ചിത്രമൊക്കെ വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നീടുള്ളത് അമരമ്പലവും കരുളായി പഞ്ചായത്തുകളുമാണ്. അവിടെയും UDF പ്രതീക്ഷ. നേരത്തെ കൗണ്ടിംഗ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞത് നഗരസഭയടക്കം എല്ലാ പഞ്ചായത്തുകളിലും UDF ഭൂരിപക്ഷം ഉണ്ടാകുമെന്നാണ്. ഈ മിനിറ്റ് വരെ നഗരസഭയടക്കം ഇതുവരെയുള്ള എല്ലാ പഞ്ചായത്തിലും വ്യക്തമായിട്ട് ഭൂരിപക്ഷം നിലനിർത്താൻ UDF കഴിഞ്ഞിരിക്കുന്നു. എവിടെയെങ്കിലും ഒരിടത്ത് ഭൂരിപക്ഷം ആകെ 9ാം റൗണ്ടിൽ മാത്രമാണ് M സ്വരാജിന് ലീഡ് ഉയർത്താൻ കഴിഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. UDF വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷമുണ്ട്. അപ്പോൾ പിന്നെ നിലമ്പൂർ നഗരസഭ അത് വലിയ തിരിച്ചടിയാണ്. അത് വലിയ തിരിച്ചടി തന്നെയാണ്. കാരണം LDF ഇത്രയും വ്യക്തമായ ഭൂരിപക്ഷമുള്ള ഒരിടത്ത് എന്തുകൊണ്ട് LDF ആ ആധിപത്യം തുടരാൻ കഴിഞ്ഞില്ല എന്നൊരു വിഷയമുണ്ട്. BJPയും നിലമ്പൂർ നഗരസഭയിലുള്ള കൂടുതൽ നല്ല പ്രചാരണം നടത്തിയതാണ്. ഒരുപക്ഷെ സജിത്ത്, ഈ അൻവർ പിടിച്ച വോട്ട്, നിലമ്പൂർ നഗരസഭയിൽ അൻവർ പിടിച്ച വോട്ട് BJP ഒരു വാർഡ് BJPയുടെ തന്നെയാണ്. BJP അവിടെ നടത്തിയ പ്രചാരണം ഇതൊക്കെ വിഷയമാകുമ്പോൾ പോലും UDF നില മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു. 9 വാർഡ് ഉണ്ടായിരുന്ന UDF സംബന്ധിച്ചിടത്തോളം നില മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഇടതുപക്ഷത്തെയും മറികടന്നുകൊണ്ടാകുമ്പോൾ ഇനി കരുളായും അമരമ്പലവും ചോദ്യചിഹ്നം പോലുമായി മാറിയാലും അതിശയപ്പെടേണ്ടതില്ല. അപർണ, ഈ BJPക്ക് കാര്യമായ വോട്ട് ചോർച്ച ഉണ്ടായി എന്നൊന്നും പറയാൻ കഴിയുന്ന ഘട്ടമായിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം 5495 പരം വോട്ടുകൾ ഇതിനകം BJP സമാഹരിച്ചിട്ടുണ്ട്. 8000 പരം വോട്ടുകളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് വലിയ നഷ്ടമുണ്ടായി എന്ന് തോന്നുന്നില്ല. എന്നാൽ ഒരു വോട്ട് ചോർച്ചയുടെ സൂചനകൾ BJP ക്യാമ്പിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. മറ്റൊന്നുള്ളത്, അവർക്കൊരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ കൊണ്ടുപോകുന്നുള്ള രാഷ്ട്രീയ പരീക്ഷണം വിജയം കണ്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതിനപ്പുറത്തേക്കുള്ളൊരു വോട്ട് ചോർച്ചയിലേക്ക് പോകാൻ കഴിയില്ലെന്ന് തോന്നുന്നില്ല. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, നിലമ്പൂരിൻ്റെ അടുത്ത തവണത്തെ ജനപ്രതിനിധി നിലമ്പൂരിന്